Hello friends and my dear students, welcome to another lecture of Structural Analysis 2. In this video, we are going to study about a sway analysis problem by slope deflection method. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്നത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ 2-ലെ സബ്ജക്റ്റാണ്. മൊഡ്യൂൾ 2-ൽ തന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ്റെ ബീമിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ സെറ്റിൽമെൻറ്റ് ഇഫക്റ്റ് ആയിട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ലോഡ്സിലൊക്കെ വെറൈറ്റി പ്രോബ്ലംസ് വി ഓൾറെഡി ഡിസ്കസ്ഡ്. പിന്നെ നമ്മൾ ചെയ്തത് ഫ്രെയിംസിൻ്റെ അനാലിസിസ് ആയിരുന്നു. ഫ്രെയിംസിലെ അനാലിസിസിൽ തന്നെ രണ്ട് കേസ് ഉണ്ട്. സ്വേ ഫ്രെയിമുണ്ട്, നോൺ സ്വേ ഫ്രെയിമുണ്ട്. സ്വേ ഫ്രെയിം എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് സ്വേ ചെയ്യുന്ന ഫ്രെയിമും വിത്തൗട്ട് സ്വേ, അതായത് റിജിഡ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ സ്വേ ഇല്ലാത്ത ഫ്രെയിം, ഇതിൻ്റെ പ്രോബ്ലംസും. ഇതിൽ തന്നെ വിത്തൗട്ട് സ്വേ പ്രോബ്ലംസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് വീഡിയോസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ സ്വേ ഫ്രെയിംസ്. സ്വേ ഫ്രെയിമും നോൺ സ്വേ ഫ്രെയിമും ആണ് നമ്മളുടെ പ്രോബ്ലം എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തരൂല. തന്നിരിക്കുന്ന ഫിഗർ സ്വേ ഫ്രെയിം ആണോ അല്ലെങ്കിൽ നോൺ സ്വേ ഫ്രെയിം ആണോ എന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം നമ്മളെ പ്രോബ്ലംസ് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു പോവാൻ. അപ്പോൾ എങ്ങനെയാണ് ഒരു ബീമിനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിനെ കണ്ടാൽ ഇത് സ്വേ ഫ്രെയിം ആണ് അല്ലെങ്കിൽ ഇത് വിത്തൗട്ട് സ്വേ റിജിഡ് ഫ്രെയിം ആണ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് റെഫർ ചെയ്തിട്ട് വേണം നമ്മളുടെ പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കിതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്യാം. Analyze the frame shown in figure by slope deflection method. Draw bending moment diagram also. അപ്പോൾ ABCD എന്ന് പറഞ്ഞൊരു ഫ്രെയിമാണ് തന്നിട്ടുള്ളത്. ഫ്രെയിമിൽ തന്നെ 40 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാണ്ട് ഒരു എക്സെൻട്രിക് അൺസിമെട്രിക് ആയിട്ട് AB-യിൽ ഒരു ലോഡും 80 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട് സിമെട്രിക് ആയിട്ടൊരു ലോഡും, ഇങ്ങനെ രണ്ട് പോയിൻ്റ് ലോഡാണ് നമ്മളുടെ ഫ്രെയിമിലുള്ളൂ. ഈ ഫ്രെയിം സ്വേ ആണോ നോൺ സ്വേ ആണോ? സ്വേ ഫ്രെയിം അല്ലെങ്കിൽ വിത്തൗട്ട് സ്വേ റിജിഡ് ഫ്രെയിം ആവാൻ നമ്മൾ 4 കണ്ടീഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു 4 കണ്ടീഷൻസ്? ഈക്വൽ ജോമെട്രി ആയിരിക്കണം, അതായത് രണ്ടിൻ്റെ സൈഡിലെ സൈസൊക്കെ സെയിം ആയിരിക്കണം. ലോഡ് എന്തായിരിക്കണം? സിമെട്രിക്കൽ ലോഡിങ് ആയിരിക്കണം. നമ്മളുടെ ഇവിടെ സിമെട്രിക്കൽ ലോഡിങ് ആണോ ഉള്ളത്? അല്ല, നമ്മളുടെ ഇവിടെ 40 കിലോ ന്യൂട്ടൺ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു 40 കിലോ ന്യൂട്ടൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സിമെട്രിക്കൽ ആവുള്ളൂ. പക്ഷേ ഇതിൽ ഒരു സൈഡിൽ മാത്രമേ എന്തുള്ളൂ, 40 കിലോ ന്യൂട്ടൺ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലോഡിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി ഇതെന്താണ്, ദിസ് ഈസ് എ നോൺ സ്വേ ദിസ് ഈസ് എ സ്വേ ഫ്രെയിം. കാരണം എന്താ, ഈ 40 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ലോഡ് അൺസിമെട്രിക്കൽ ലോഡിംഗ് ആണ്. 80 കിലോ ന്യൂട്ടൺ സിമെട്രിക്കൽ ലോഡിംഗ് ആണ്. ഇതിൻ്റെ എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും 4 ആണ്. ഇതൊക്കെ കണ്ടീഷൻ ഓക്കെയാണ്. ബട്ട് ഇവിടെ എന്ത് പ്രശ്നമുണ്ട്? സൈഡിൽ ഒരു എക്സ്ട്രാ ലോഡ് വന്നു. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എക്സ്ട്രാ ലോഡ് വന്നിരുന്നെങ്കിൽ ഇതെന്താവുമായിരുന്നു, റിജിഡ് ഫ്രെയിം അല്ലെങ്കിൽ നോ സ്വേ ഫ്രെയിം ആയിരുന്നു, അല്ലെങ്കിൽ വിത്തൗട്ട് സ്വേ ഫ്രെയിംസ് ആയിരുന്നു. ബട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ലോഡ് 40 കിലോ ന്യൂട്ടൺ വന്നത് കാരണം നമ്മളുടെ ബീം എന്താണ് അല്ലെങ്കിൽ നമ്മളുടെ ഫ്രെയിം എന്താണ്, സ്വേ ഫ്രെയിമാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ സ്വേ ഫ്രെയിമിനുള്ള രീതിയിൽ ചെയ്യണം. അപ്പോൾ സ്വേ ഫ്രെയിമും നോൺ സ്വേ ഫ്രെയിമും പറയുമ്പോൾ രണ്ടും എൻ്റർലി ഡിഫറെൻറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ള കൺസെപ്റ്റ് തെറ്റാണ്. ഇപ്പോൾ നമ്മൾ ബീമിലെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യേണ്ടത് പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ വിത്തൗട്ട് സ്വേയിലുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പഠിച്ചു. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അതേ മെത്തേഡ് അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ ചെയ്തത്. ഒന്ന് ബീമാണ് അല്ലെങ്കിൽ ഫ്രെയിമാണ് എന്നുള്ള ഡിഫറൻസ് ഉള്ളൂ. ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സിമിലറിൽ തന്നെ നമ്മൾ ഇവിടെ എന്തേ ഉള്ളൂ, സ്വേ ഫ്രെയിം ആവുന്ന കേസിൽ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ നമ്മൾ ചെയ്യണം. ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് ലെങ്തി ആണെന്നുള്ളൂ. സമാധാനത്തിലിരുന്ന് വീഡിയോ ഫുള്ളും കാണാം. ഇനി വീഡിയോ കുറച്ച് സ്ലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടി കണ്ടാലും കുഴപ്പമില്ല. കാരണം തുടക്കത്തിലുള്ള സ്റ്റെപ്സുകളെല്ലാം എന്താ, നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു സ്റ്റെപ്സ് വരുന്നുണ്ട്. ആ സ്റ്റെപ്പ് അഡീഷണലായിട്ട് ഈ സ്വേ ഫ്രെയിമിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് നമ്മൾ 3 ടൈപ്പിലുള്ള ലോഡിനുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് വി ഓൾറെഡി ന്യൂ.
ഓക്കെ, നമ്മളൊരു ടാബുലാർ കോളം വരച്ചിട്ട് യു ഡി എല്ലിന് ഇങ്ങനെയാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് WL²/12 ആണെന്നും സെൻട്രലി സപ്പോർട്ടഡ് ലോഡിന് WL/8 ആണെന്നും എസെൻട്രിക്കൽ ലോഡിന് WAB²/L² ആണെന്നും അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിഗർ നമ്മളുടെ മനസ്സിൽ വേണം. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴും നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ AB ആണോ B/A ആണോ CD ആണോ അല്ലെങ്കിൽ D/C ആണോ എടുക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇപ്പോൾ നമ്മളുടെ ചെയ്യുമ്പോൾ MFABക്ക് -WAB²/L² ആണ്. MFBAക്ക് +WAB²/L², അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലെ ലെറ്റർ ഏതാ റൈറ്റിലെ ലെറ്റർ ഏതാ ഓരോ സ്പാനിലെയും അറിയണം. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ ആവാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്പാൻ ഉണ്ടല്ലോ, ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിമിനെ നീർത്തി വെക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് വെക്കുക. അപ്പോൾ A ഉണ്ടാവും നേരെ, പിന്നെ ഒരു B ഉണ്ട്, പിന്നെ ഒരു C ഉണ്ട്, പിന്നെ ഒരു D ഉണ്ട്. അതായത് ഈ ഒരു ഫ്രെയിമിനെ നമ്മൾ എന്ത് ചെയ്തു, നേരെ വെച്ചു. നേരെ വെക്കുമ്പോൾ ABയിലെ ഇവിടെ എന്തുണ്ട്, ഒരു 40 kN ഉണ്ട്. 40 kN ഇവിടെ 3 മീറ്റർ ആണ്, ഇവിടെ 1 മീറ്റർ ആണ്. BCയിലെ സെൻട്രലി ഒരു 80 kN ഉണ്ട്, 3 മീറ്റർ ഡിസ്റ്റൻസിൽ. CDയിൽ ഒരു ലോഡും ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ എടുത്തു. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ കുറച്ച് കുട്ടികൾ ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് പറയുന്നത്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത്, അതായത് നമ്മളെ ബീം ഈ ഒരു ഫ്രെയിം സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു രീതിയിലെടുത്താലേ നമുക്ക് A ഏതാ B ഏതാ ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാ എന്നുള്ള കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ട്രെച്ച് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ ഫ്രെയിമിനെ സ്ട്രെച്ച് ചെയ്യുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രൊസീജിയറിൽ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ലോഡ് എവിടെ വരുന്നത് എന്ന് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ബീം കൺസിഡർ ചെയ്തു. ഫസ്റ്റ് സ്പാൻ AB എസെൻട്രിക്കൽ ലോഡിംഗ് ആണ്, 40 kN ആണ് വന്നത്. നമുക്കറിയാം ഇങ്ങനെ ലോഡ് വരുമ്പോൾ നമ്മളുടെ MFABൻ്റെ ഇക്വേഷൻ -WAB²/L² ആണ്. A എന്ന് പറയുന്നത് ഫസ്റ്റ് ലെങ്ത്ത്, ദാറ്റ് ഈസ് 3. B എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെങ്ത്ത്, ദാറ്റ് ഈസ് 1 മീറ്റർ. ആൻഡ് ടോട്ടൽ ലെങ്ത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4². ഇത് ചെയ്യുമ്പോൾ നമുക്ക് -7.5 kN/മീറ്റർ. മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും, ഫോഴ്സ് ഇൻറ്റു ഒരു മീറ്റർ ആയിരിക്കും, അതായത് kN/മീറ്റർ. അടുത്തത് നമ്മൾ MFBA കണ്ടുപിടിക്കണം. MFBൻ്റെ ഇക്വേഷൻ എന്താ, WA²B/L². A എന്ന് പറയുന്നത് 3 ആണ്, B എന്ന് പറയുന്നത് 1 ആണ്, W എന്ന് പറയുന്നത് 40 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ L എന്ന് പറയുന്നത് 4² ആണ്. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 22.5 kN/മീറ്റർ എന്ന് കിട്ടും. ഇതൊന്നും ഇനി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു, നമ്മൾക്ക് ഓൾറെഡി അറിയാം. ഇനി അടുത്ത സ്പാൻ കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് സ്പാൻ BC. സ്പാൻ BCൻ്റെ സിമെട്രിക്കലായിട്ട് 80 kN ലോഡാണുള്ളത്. FBC എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താ, -WL/8, ദാറ്റ് ഈസ് -80 × L എന്ന് പറയുന്നത് 60/8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക -60 kN/മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. അടുത്തത് MFCB, തിരിച്ച് ഇങ്ങോട്ടുള്ള ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. ഇതാണ് MFCB, ഇത് MFBC. ഈ ഒരു മൊമെൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇത് വരുമ്പോൾ 80 × 6/8 ചെയ്യുമ്പോൾ നമുക്ക് +60 kN/മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്പാൻ കൺസിഡർ ചെയ്താൽ സ്പാൻ CDയിൽ എന്തില്ല, UDL ഇല്ല, യൂണിറ്റ് ലോഡില്ല, എക്സെൻട്രിക്കലും ഇല്ല, സിമെട്രിക്കലും ഇല്ല. ഈ ബീം എന്ന് പറയുന്നത് പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, MFCD എന്ന് പറയുന്നതും MDC എന്ന് പറയുന്നതും 0 ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷനിലെ എല്ലാ സ്റ്റെപ്പും പോലെ തന്നെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കലാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിനെ സ്ട്രെച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതെ തന്നെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇൻ കേസ് ആർക്കെങ്കിലും ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാ എന്നുള്ള കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് A ഏതാ B ഏതാ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞത്. ഇതില്ലെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
ഇപ്പോൾ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ സ്പാനിലും സ്ലോപ്പ് ഡിഫ്ലക്ഷൻ അപ്ലൈ ചെയ്യും. ഓരോ സ്പാനിലും നമുക്ക് 2 വീതം മൊമെൻറ്റിൻ്റെ ഇക്വേഷനിലാണ് നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്പാൻ എ ബി എടുത്തു. സ്പാൻ എ ബിയിലെ ആദ്യത്തെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനാണ് എം എ ബി ഈസ് ഈക്വൽ ടു എം എഫ് എ ബി പ്ലസ് 2EI ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു 2 തീറ്റ എ പ്ലസ് തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ്റെ കേസിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഐ വിൽ എക്സ്പ്ലെയിൻ. ഇപ്പോൾ നമ്മൾ സ്വേ ഫ്രെയിം ആണല്ലേ ചെയ്യുന്നത്. സ്വേ ഫ്രെയിം ചെയ്യുന്ന കേസിൽ നമുക്കറിയാം ഇങ്ങനെയാണ് നമ്മളുടെ ബീം. സ്വേ ഫ്രെയിമിൻ്റെ കേസിൽ നമ്മൾക്ക് ഇക്വേഷൻ ഇപ്പോൾ എം എ ബി എന്നുള്ള ഇക്വേഷന് നമ്മൾ ഇക്വേഷൻ പറഞ്ഞു അല്ലേ, എം എഫ് എ ബി പ്ലസ് 2EI ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു 2 തീറ്റ എ പ്ലസ് തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ. സാധാരണ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ വിത്തൗട്ട് സ്വേൻ്റെ പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ ബീമിൻ്റെ പ്രോബ്ലത്തിലോ നമ്മൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു, ഡെൽറ്റൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഗിവൺ അല്ലെങ്കിൽ ഡെൽറ്റൻ്റെ വാല്യൂ 0 എടുത്തിട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. അതായത് സെറ്റിൽമെൻറ്റിൻ്റെ വാല്യൂ ഡെൽറ്റ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ വാല്യൂ 0 എടുത്തിട്ട് ഈ ടേം 0 ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതുവരെയുള്ള പ്രോബ്ലംസ് ചെയ്തത്. ഇനി അങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളിവിടെ എന്തുണ്ടാവുന്നുണ്ട്, ബീം സ്വേ ചെയ്യുന്നുണ്ട്. അതായത് സൈഡിലേക്ക് ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലേക്ക് സ്വേ എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നമ്മളെ ബീം പോകുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്രെയിമാണ് നമ്മളുടെ ഉള്ളത്. അപ്പോൾ ഡെൽറ്റയ്ക്ക് ഇവിടെ എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അതായത് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷന് ഇവിടെ ഡെൽറ്റ എന്ന് പറഞ്ഞതിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനിൽ ഗിവൺ അല്ലെങ്കിലും ദർ ഈസ് എ വാല്യൂ ഡെൽറ്റ അല്ലെങ്കിൽ ദർ ഈസ് എൻ അൺനോൺ ഡെൽറ്റ. ഈ ഡെൽറ്റൻ്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കലാണ് സ്വേ ഉള്ള ഫ്രെയിമിലെ അനാലിസിസിലെ എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ആർക്കാ, വെർട്ടിക്കൽ മെമ്പറിനാ. എ ബി എന്ന് പറഞ്ഞ വെർട്ടിക്കൽ മെമ്പറിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്. സി ഡി എന്ന് പറഞ്ഞ വെർട്ടിക്കൽ മെമ്പറിനും എന്തുണ്ട്, ഡിഫ്ലക്ഷൻ ഉണ്ട്. അതായത് നമ്മളുടെ ബീം അല്ലെങ്കിൽ നമ്മളുടെ ഫ്രെയിം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലെ എ ബിക്കും സി ഡിക്കും, അതായത് ഈ വെർട്ടിക്കൽ മെമ്പറിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡെൽറ്റയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഹൊറിസോണ്ടൽ മെമ്പറിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ടോ, ഇല്ല. ഹൊറിസോണ്ടൽ മെമ്പറിന് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ അല്ലേ, എല്ലാവർക്കും ക്ലിയർ ആണോ വിചാരിക്കുന്നു. വെർട്ടിക്കൽ മെമ്പർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ, പൊസിഷൻ മാറുന്നുള്ളൂ. ഡെൽറ്റ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഈ വെർട്ടിക്കൽ മെമ്പർ മാത്രമാണ് സൈഡിലേക്ക് നീങ്ങുന്നത്. അതേപോലെ ഈ മെമ്പറാണ് സൈഡിലേക്ക് നീങ്ങുന്നത്. ഈ ഹൊറിസോണ്ടൽ മെമ്പർ താഴത്തേക്കോ മുകളിലേക്കോ ഒന്നും മാറുന്നില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ മെമ്പറിൻ്റെ ഡെൽറ്റൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വെർട്ടിക്കൽ മെമ്പറിന് ഉണ്ടാവുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡെൽറ്റൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഡെൽറ്റയ്ക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് വേണം നമ്മൾ ഇക്വേഷൻ എഴുതാൻ. അപ്പോൾ ഇത്രയും കുറേ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഇവിടെ നേരെ ഇതിന് ഈക്വൽ ടു 0 എന്ന് കൊടുക്കരുത് എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എ ബി എന്ന് പറയുന്നത് എന്താ, വെർട്ടിക്കൽ മെമ്പറാണ് അല്ലേ. വെർട്ടിക്കൽ മെമ്പറിന് എന്തുണ്ട്, ഡെൽറ്റയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എം എഫ് എ ബിൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആൻഡ് മൊമെൻ്റ് അറ്റ് എ ബി വി ഓൾറെഡി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഇറ്റ് 7.5 പ്ലസ് 2 ഇൻറ്റു ഇ. ഐ എന്ന് പറയുന്നത് എന്താ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇതൊരു സിംഗിൾ ഐ ആണ്. അപ്പോൾ നമ്മൾ ഐ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്ത് 4 ഇൻറ്റു 2 തീറ്റ എ. തീറ്റ എൻ്റെ വാല്യൂ എന്താ, 0. തീറ്റ എൻ്റെ വാല്യൂ 0 കിട്ടാൻ കാരണം എന്താ, എ എന്ന് പറയുന്ന സപ്പോർട്ട് എന്താ, ഫിക്സ്ഡ് സപ്പോർട്ടാണ്. ഫിക്സ്ഡ് സപ്പോർട്ടിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. എ എന്ന് പറയുന്ന സപ്പോർട്ട് ഫിക്സ്ഡ് സപ്പോർട്ട് ആവുന്ന കേസിൽ തീറ്റ എൻ്റെ വാല്യൂ 0. ബാക്കി വരുന്നത് തീറ്റ ബി ഉണ്ടാവും മൈനസ് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ. അതായത് വെർട്ടിക്കൽ മെമ്പറിന് ഡെൽറ്റൻ്റെ വാല്യൂ ഉണ്ടാവും, എൽ എന്ന് പറയുന്നത് 4. ഓക്കെ, അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കുറച്ച് ഭംഗിയിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എം എ ബി ഈസ് ഈക്വൽ ടു മൈനസ് 7.5 പ്ലസ് 0.5
EI theta B minus 3/8 EI ഡെൽറ്റ. ഇതാണ് എന്ത് നമ്മളുടെ ഫസ്റ്റ് സ്ലോപ്പ് ഡിഫ്ലക്ഷന് 6 ഇക്വേഷൻ കിട്ടണം. അതായത് 3 സ്പാൻ ഉണ്ടെങ്കിൽ അതിന് 6 ഇക്വേഷൻ ഉണ്ടാവും. ഇതിലെ ഫസ്റ്റ് ഇക്വേഷനാണ് ഈ എഴുതിയത്. ഇനി സ്പാൻ എ ബിയിൽ തന്നെ രണ്ടാമത്തേത് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? എം ബി എൻ്റെ ഇക്വേഷൻ എന്ത് വരും? എം എഫ് ബി എ പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ ബി പ്ലസ് തീറ്റ എ മൈനസ് 3 ഡെൽറ്റ ബൈ എൽ. ആദ്യത്തെ ഇത് ബി ആണെങ്കിൽ അവിടെ 2 ടൈംസ് തീറ്റ ബി ഉണ്ടാവും. രണ്ടാമത്തെ ലെറ്ററിന് എന്തുണ്ടാവുള്ളൂ? ഒന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എഴുതാൻ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എം എഫ് ബി എ എഴുതാണ്. എം എഫ് ബി എൻ്റെ വാല്യൂ വി ഓൾറെഡി ഗെറ്റ് 22.5 പ്ലസ് 2 ഇൻറ്റു ഇ ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഐ ഉള്ളൂ. അപ്പോൾ 1IN ഇട്ടു ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് 4 ഇൻറ്റു തീറ്റ ബിക്ക് വാല്യൂ ഉണ്ട്. ദെർഫോർ 2 തീറ്റ ബി. തീറ്റ എൻ്റെ വാല്യൂ എന്താണ്? 0. എന്തുകൊണ്ട്? എ എന്ന് പറയുന്ന സപ്പോർട്ട് ഫിക്സ്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട് തീറ്റ എ ഈസ് ഈക്വൽ ടു 0 മൈനസ് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് 4. ഡെൽറ്റയ്ക്ക് വാല്യൂ ഉണ്ടാവും സിൻസ് ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ മെമ്പർ. സ്വേ ഫ്രെയിമിലെ വെർട്ടിക്കൽ മെമ്പറാണ്. അപ്പോൾ വി ഗെറ്റ് അനദർ ഇക്വേഷൻ ദാറ്റ് ഈസ് എം ബി എ ഇസ് ഈക്വൽ ടു 22.5 പ്ലസ് EI തീറ്റ ബി. നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്തു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ EI തീറ്റ ബി മൈനസ് 3/8 EI ഡെൽറ്റ. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കാണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ? 2/4 ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടും. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. നെക്സ്റ്റ് സ്പാൻ ബി സി. സ്പാൻ ബി സി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മളുടെ ഫ്രെയിം. ABCD എന്നുണ്ടെങ്കിൽ ഇതിലെ BC എന്ന് പറഞ്ഞ ഫ്രെയിമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഫ്രെയിമാണ്. ഹൊറിസോണ്ടൽ ഫ്രെയിമിൽ ഡെൽറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഡൗട്ടില്ലല്ലോ. ഹൊറിസോണ്ടൽ ഫ്രെയിമിൽ ഡിഫ്ലക്ഷൻ ഇല്ല, അതുകൊണ്ട് ഡെൽറ്റൻ്റെ വാല്യൂ 0. എം എഫ് ബി സി എന്ന് പറയുന്നത് -60 പ്ലസ് 2EI. ഐ എന്ന് പറയുന്നത് 2I ആണെന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 2 തീറ്റ ബി പ്ലസ് തീറ്റ സി. ഓക്കെ, ക്ലിയർ അല്ലേ? Therefore we get another slope deflection equation as MBC is equal to -60 plus 4/3 EI theta B plus 2/3 EI theta C. This is equation number 3. Okay. Hope you all get this answer. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പറിൽ തന്നെ അടുത്ത മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ MCB is equal to MFCB plus 2EI/L into 2 theta C plus theta B minus 3 delta divided by L. MFBC എന്ന് പറയുന്നത് 60 പ്ലസ് 2 ഇൻറ്റു ഇ ഇൻറ്റു ഐ എന്ന് പറയുന്നത് 2I ആണെന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 2 തീറ്റ സി പ്ലസ് തീറ്റ ബി. ഡെൽറ്റൻ്റെ വാല്യൂ ഹൊറിസോണ്ടൽ മെമ്പറിൽ 0 ആയിരിക്കും. തീറ്റ ബിക്കും തീറ്റ സിക്കും വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് ജോയിൻ്റ് ആണ്. സോ വി ഗെറ്റ് ദ ഫോർത്ത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആസ് MCB is equal to 60 plus 4/3 EI theta C plus 2/3 EI theta B. This will be the fourth equation, slope deflection equation. ഇനി സ്പാൻ CD അടുത്തതാണ്, അതായത് അടുത്ത വെർട്ടിക്കൽ മെമ്പറാണ്. വെർട്ടിക്കൽ മെമ്പറിനൊക്കെ എന്തുണ്ട്? ഡെൽറ്റക്ക് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേം എന്താവില്ല? 0 ആയി മാറൂല. ഓക്കെ, MCDൻ്റെ ഇക്വേഷൻ എന്താ വന്നത്? MFCD പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ സി പ്ലസ് തീറ്റ ഡി മൈനസ് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ.
സിയും ഡിയും എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്കറിയാം അല്ലേ. ഫസ്റ്റ് ലെറ്ററിന് ഇവിടെ 2 ടൈംസ് തീറ്റ സി ഉണ്ടാവും, സെക്കൻഡ് ലെറ്ററിന് സിംഗിൾ തീറ്റ ഡി. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ ആ കൺസെപ്റ്റ് നിങ്ങൾ സ്വന്തം തന്നെ മനസ്സിലാക്കേണ്ടതാണ്, പറഞ്ഞു തരാൻ പറ്റില്ല. അടുത്തത് എം എഫ് സി ഡിക്ക് വാല്യൂ ഇല്ല അല്ലേ. എം എഫ് സി ഡിൻ്റെ വാല്യൂ എന്തായിരുന്നു? 0 ആയിരുന്നു. പ്ലസ് 2e ഐ എന്ന് പറയുന്നത് സിംഗിൾ ഐ തന്നെ ആയിരുന്നു, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 തീറ്റ സി പ്ലസ് തീറ്റ ഡി എന്ന് പറയുന്നത് എന്താ? 0. തീറ്റ ഡി 0 ആകാൻ കാരണം എന്താ? ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്താ? ഫിക്സ്ഡ് സപ്പോർട്ടാണ്. ഡി ഫിക്സ്ഡ് ആയതുകൊണ്ട് ഡി ഫിക്സ്ഡ് ആയതുകൊണ്ട് തീറ്റ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 0 ആണ് വരുന്നത്. ഫിക്സ്ഡ് എൻഡിൽ സ്ലോപ്പിൻ്റെ വാല്യൂ, സ്ലോപ്പ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് തീറ്റ കൊണ്ടാണ്. ആ തീറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പ്ലസ് ഡെൽറ്റയ്ക്ക് വെർട്ടിക്കൽ മെമ്പറിന് ഡെൽറ്റ ഡിഫ്ലക്ഷന് വാല്യൂ ഉള്ളതുകൊണ്ട് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ 4 എഴുതി. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് എഴുതുമ്പോൾ നമുക്ക് കിട്ടും എം സി ഡി ഇസ് ഈക്വൽ ടു ഇ ഐ തീറ്റ സി മൈനസ് 3/8 ഇ ഐ delta. Okay, this will be our 5th slope deflection equation. ഇനി ഒരൊറ്റ ഇക്വേഷനും കൂടിയും ബാക്കിയുണ്ട്, ദാറ്റ് ഈസ് സ്പാൻ സി ഡിയിൽ തന്നെ ഉള്ള എം ഡി സി എന്ന് പറഞ്ഞ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. എം ഡി സി ഈക്വൽ ടു എം എഫ് ഡി സി പ്ലസ് 2EI/L ഇൻറ്റു 2 തീറ്റ ഡി പ്ലസ് തീറ്റ സി മൈനസ് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, ഇതിൽ ഈ പറഞ്ഞ പോലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ഡി സിൻ്റെ വാല്യൂ 0 ആണ്. വി ഓൾറെഡി ഗെറ്റ് തീറ്റ ഡി എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത് സപ്പോർട്ട്, ഫിക്സ്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട് തീറ്റ ഡീൻ്റെ വാല്യൂ 0. ബാക്കി ഉള്ളതുണ്ടാവും. ബാക്കി എന്തൊക്കെ വരും? 2EI ഒരു ഐ തന്നെ ഉള്ളൂ, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു തീറ്റ സി മൈനസ് 3 ഡെൽറ്റ ഡിവൈഡഡ് ബൈ 4. ഇത് നമുക്ക് എന്ത് കിട്ടും? എം ഡി സി ഇസ് ഈക്വൽ ടു 0.5 EI തീറ്റ സി മൈനസ് 3/8 EI ഡെൽറ്റ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റിൻ്റെ ആയിരുന്നു, യാതൊരു വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ക്വസ്റ്റ്യനിൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ഡെൽറ്റൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിലും സ്വേ ഫ്രെയിം ആയതുകൊണ്ട് വെർട്ടിക്കൽ മെമ്പറിന് ഡെൽറ്റയ്ക്ക് വാല്യൂ ഉണ്ട് എന്നുള്ള അസംഷനിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എഴുതി. ഈ ഒരു കൺസെപ്റ്റ് മാത്രം മതി. ഡെൽറ്റ എപ്പോഴും 0 ആവില്ല, ഹൊറിസോണ്ടൽ മെമ്പറിന് മാത്രമേ 0 ആക്കി ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഇക്വേഷൻ അതുപോലെ എഴുതി, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓരോ ജോയിൻറ്റിലുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ അസ്യൂം ചെയ്യുക. മുന്നത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ ജോയിൻറ്റ് ഇക്വിലിബ്രിയം. ഇവിടെ എത്ര ജോയിൻ്റ് ഉണ്ട്? ബി എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് ഉണ്ട്, സി എന്ന് പറയുന്ന ജോയിൻ്റ് ഉണ്ട്. ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ പറയുന്നത് എന്താ? ഈ ഓരോ ജോയിൻറ്റിലുള്ള ടോട്ടൽ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്താണ്? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താ? സിഗ്മ എം ബി മൊമെൻ്റ് അറ്റ് ബി ഈക്വൽ ടു 0. ഇവിടെ ഏതൊക്കെ മൊമെൻ്റ് ഉണ്ടാവുക? ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ടാവും, ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ടാവും, ക്ലോക്ക് വൈസ് മൊമെൻ്റ്. അപ്പോൾ ഈ മൊമെൻറ്റിൻ്റെ പേരെന്താ? MBA. ഈ മൊമെൻറ്റിൻ്റെ പേരെന്താ? MBC. ഈ രണ്ട് മൊമെൻറ്റിൻ്റെ കൂടി സമ്മ് എന്തായിരിക്കണം? 0 ആണ് ഫസ്റ്റ് ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. രണ്ടാമത്തെ ഇവിടെ എന്താ? ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും MCB. ഈ മൊമെൻറ്റിൻ്റെ പേര് MCD. ഏത് ജോയിൻറ്റിലാണോ ആ ജോയിൻറ്റിലുള്ള നെയിമാണ് ആദ്യം വരിക, പിന്നെ മെമ്പറിലുള്ള ബാക്കി നെയിമും. അപ്പോൾ ഈ മൊമെൻറ്റിൻ്റെ സം ഈക്വൽ ടു 0 ആണെന്നാണ് രണ്ടാമത്തെ ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്ക് എന്താ? സിഗ്മ MB എന്ന് പറയുന്നത് MBA പ്ലസ് MBC ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഫസ്റ്റ് ഇക്വേഷനാണത്. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? MC ഈക്വൽ ടു 0 വിച്ച് മീൻസ് MCB പ്ലസ് MCD ഇസ് ഈക്വൽ ടു 0.
ഇതാണ് നമ്മൾ രണ്ടാമത്തെ ജോയിൻ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഈ ഓരോ ജോയിൻ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിലും നമ്മൾ ഇക്വേഷൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറെയും കുറച്ച് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷനെ ഒരു 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ആ 6 ഇക്വേഷനെ നമ്മൾ ഇതുപോലെ ബോക്സിലിട്ട് തന്നെ അവിടെ വെക്കുക. കാരണം നമ്മൾ കുറേ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് കാണാനില്ലാണ്ടായി പോവും. അപ്പം നിങ്ങളും ഇങ്ങനെ ഓരോ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ ഓരോ ബോക്സിലാക്കിക്കൊണ്ടു. വൃത്തിക്ക് കുറച്ച് കമ്മിയാണെങ്കിലും നമ്മൾ ആൻസർ തെറ്റാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജോയിൻ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റത്തെ ജോയിൻ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് സിഗ്മ എം ബി ഈസ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് എം ബി എ പ്ലസ് എം ബി സി ഈസ് ഈക്വൽ ടു 0. എം ബി എൻ്റെ എം ബി സിൻ്റെ വാല്യൂ നമുക്ക് എവിടെ കിട്ടും? നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷന് ഒരു 6 ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഈ 6 ഇക്വേഷനിൽ ഈ എം എ ബി, എം ബി എ, എം ബി സി, എം സി ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇക്വേഷൻ ഉണ്ട്. അതിലുള്ള എം ബി എൻ്റെ വാല്യൂ നമ്മൾ എടുത്തെഴുതി ഫസ്റ്റത്തെ. ദാറ്റ് ഈസ് എം ബി എ എന്ന് പറയുന്നത് 22.5 പ്ലസ് ഇ ഐ തീറ്റ ബി മൈനസ് 3/8 ഇൻറ്റു ഇ ഐ ഡെൽറ്റ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? എം ബി സി. എം ബി സിൻ്റെ ഇക്വേഷൻ എന്താ? രണ്ടാമത് -60 മൈനസ് ആണ്, -60 പ്ലസ് 4/3 ഇ ഐ പ്ലസ് ഇ ഐ 3 തീറ്റ ബി പ്ലസ് 2/3 ഇ ഐ തീറ്റ സി. ഇതിൻ്റെ ഒക്കെ സം എന്താ? 0 എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വലിയൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. റീഅറേഞ്ച് ചെയ്യാനൊന്നുമില്ല, അൺനോൺസിനൊക്കെ ഒരുപോലത്തെ അൺനോൺസിനൊക്കെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 22.5 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് അല്ലേ. പിന്നെ ഒരു -60 ഉണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ ഞാൻ ആദ്യം എടുത്തെഴുതി. ദാറ്റ് ഈസ് 22.5 ഇതും ഈ -60 ഒരുമിച്ച് എഴുതി, -60. അടുത്തത് ഇ ഐ തീറ്റ ബീൻ്റെ ടേം എഴുതി. ഇ ഐ തീറ്റ ബീൻ്റെ ടേം എന്തൊക്കെയായിരുന്നു? ഒരു ഇ ഐ തീറ്റ ബി, ഈ ഒരു ഇ ഐ തീറ്റ ബി, പിന്നെ ഇ ഐ തീറ്റ ബി എവിടെയുള്ളത്? പ്ലസ് 4/3 ഇ ഐ തീറ്റ ബി പ്ലസ് 4/3 ഇ ഐ തീറ്റ ബി. ഇനി അടുത്തത് എന്തെഴുതാ? ഇ ഐ തീറ്റ സിൻ്റെ ടേം എടുത്തെഴുതാം. ഒറ്റ ഇ ഐ തീറ്റ സി ഉള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എഴുതി 2/3 ഇ ഐ തീറ്റ സി. ഇനി ഏത് ടേമാണുള്ളത്? ഇ ഐ ഡെൽറ്റയ്ക്ക് ഒരു ടേം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ഒന്ന് തന്നെ ഉള്ളൂ, അത് അതുപോലെ -3/8 ഇ ഐ ഡെൽറ്റ. ഇതിൻ്റെയൊക്കെ സമ്മ് 0 ആണ്. ഓക്കെ, ഇനി ഈ ടേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് സോൾവ് ചെയ്യാൻ പോവാണ്. 1 ഇ ഐ തീറ്റ ബിയും 4/3 ഇ ഐ തീറ്റ ബിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? എന്തായിരിക്കും കിട്ടുക? 7/3 ആയിരിക്കും അല്ലേ കിട്ടുക. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇക്വേഷൻ ചെയ്തിട്ട് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് 2.3 ഇ ഐ തീറ്റ ബി. 2.3 എന്ന് പറയുന്നത് ഈ 1 + 4/3 ഇൻറ്റു ഇ ഐ തീറ്റ ബി ചെയ്യുമ്പോൾ നമുക്ക് 2.3 ഇ ഐ തീറ്റ ബി പ്ലസ് ഇ ഐ തീറ്റ 0.66, അതായത് 2/3ൻ്റെ വാല്യൂ ആണ് എന്ത്? 0.667 ഇ ഐ തീറ്റ സി. ഇനി നിങ്ങൾക്ക് 2/3 തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ഇൻറ്റു -3/8, ദാറ്റ് ഈസ് -0.375 ഇ ഐ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 37.5. 37.5 എങ്ങനെ കിട്ടും? 6 അല്ല കേട്ടോ, സോറി 60. 22.5 -60 ചെയ്യുമ്പോൾ ഒരു -37.5 കിട്ടുക. ഈ -37.5നെ ഈക്വൽ ടുൻ്റെ അപ്പുറം കൊണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? +37.5. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ എ. 1, 2, 3 ഇടുന്നത് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാനാണ് നിങ്ങൾക്ക് ABC എന്ന് പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ജോയിൻ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കിട്ടുന്ന തീറ്റ ബി, തീറ്റ സി, ഡെൽറ്റ എന്ന് പറയുന്ന 3 അൺനോണുള്ള ഒറ്റ ഇക്വേഷൻ എ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ജോയിൻ്റ് ഇക്വിലിബ്രിയം ആണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ ജോയിൻ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് സിഗ്മ എം സി ഈക്വൽ ടു 0, വിച്ച് മീൻസ് എം സി ബി പ്ലസ് എം സി ഡി ഇസ് ഈക്വൽ ടു 0. എം സി ബിൻ്റെ വാല്യൂ നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷന് കിട്ടും 60 + 4/3 ഇ ഐ തീറ്റ സി പ്ലസ് 2/3 ഇ ഐ തീറ്റ ബിന്ന്. അതുപോലെ എം സി ഡിൻ്റെ വാല്യൂ നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ 6 സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലുണ്ട് ഇ ഐ തീറ്റ സി മൈനസ് ഇ ഐ 3/8 ഇ ഐ ഡെൽറ്റ ഈക്വൽ ടു 0. ഇനി നേരത്തെ ചെയ്ത പോലെ ഓരോന്നിനെ ഇപ്പോൾ ഇതിലൊക്കെ ഉള്ള കോമൺ ടേമിനെ ഒരുമിച്ചാക്കാൻ പോവുകയാണ്. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ടേം ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ 60 തന്നെ എഴുതി. പ്ലസ്
അടുത്തത് തീറ്റ ബി എടുക്കുക. 2/3 തീറ്റ ബി ഇ ഐ തീറ്റ ബി ഉണ്ട്. അപ്പോൾ ഒന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ 2/3 ഇ ഐ തീറ്റ ബി എന്ന് എഴുതി. ഇനി അടുത്തത് തീറ്റ സി ആണ് എടുക്കുന്നത്. 4/3 ഇ ഐ തീറ്റ സി ഉണ്ട്. ഇവിടെ ഒരു ഇ ഐ തീറ്റ സി ഉണ്ട്. അത് രണ്ടിനെ നമ്മൾ ഒരുമിച്ച് എഴുതാൻ പോവുകയാണ്. 4/3 ഇ ഐ തീറ്റ സിയും പിന്നെ ഒരു ഇ ഐ തീറ്റ സിയും. അടുത്തത് -3/8 ഇ ഐ ഡെൽറ്റ. അത് ഒറ്റ ടേം ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ ഒറ്റയ്ക്ക് തന്നെ എഴുതി. -3/8 ഇ ഐ ഡെൽറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യും. ആദ്യം 2/3 ഇ ഐ തീറ്റ ബി എന്ന് പറഞ്ഞാൽ എന്താ? 0.667 ഇ ഐ തീറ്റ ബി. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം 2/3 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ചുകൂടി സൗകര്യം ഇങ്ങനെ പോയിൻ്റ് വൈസിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ഇ ഐ തീറ്റ സി 4/3 + 1 ചെയ്യുമ്പോൾ നമുക്ക് 7/3 കിട്ടും. ദാറ്റ് ഈസ് 2.33 ഇ ഐ തീറ്റ സി. പിന്നെ -3/8 ഇ ഐ ഡെൽറ്റൻ്റെ -0.375 ഇ ഐ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0 അല്ലല്ലേ വരിക? ഈസ് ഈക്വൽ ടു എന്താ വന്നത്? ഇവിടെ ഒരു 60 ഉണ്ട് അല്ലേ? ഈ 60നെ ഈക്വൽ ടുൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ -60 വരും. സോറി -60 ഇതാണ് നമ്മളെ ഇക്വേഷൻ കേട്ടോ. 0 അല്ല, -60. ഓക്കെ. സെക്കൻഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ജോയിൻറ്റ് കൺസിഡർ ചെയ്തപ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഇക്വേഷൻ കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നോക്ക്, നമ്മളെടുത്ത് 3 അൺനോൺ ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് നമ്മളുടെ 3 അൺനോൺ? ഇ ഐ തീറ്റ ബി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അൺനോൺ ഉണ്ട്, ഇ ഐ തീറ്റ സി എന്ന് പറഞ്ഞൊരു അൺനോൺ ഉണ്ട്, ഇ ഐ ഡെൽറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അൺനോൺ ഉണ്ട്. ഈ 3 അൺനോണിനും കൂടി നമുക്ക് എ ബി എന്ന് പറഞ്ഞുകൊണ്ട് 2 ഇക്വേഷനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ, 3 അൺനോണുള്ള ഒരു ഇക്വേഷൻ, 3 അൺനോണുള്ള രണ്ടാമത്തെ ഇക്വേഷനെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്ത് കൂടി വേണം? 3 അൺനോണുള്ള സി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇക്വേഷനും കൂടി വേണം. കാരണം എന്താ? അൺനോൺസിനെ സോൾവ് ചെയ്യണമെങ്കിൽ എത്ര അൺനോൺ ഉണ്ടോ അത്രയും ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. 2 അൺനോൺ ആണെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ്റെ ആവശ്യമുള്ളൂ. 3 അൺനോൺ ആണെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻ വേണം. 4 അൺനോൺ ആണെങ്കിൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 ഇക്വേഷൻ വേണം. അപ്പോൾ എത്രത്തോളം അൺനോൺ ഉണ്ടോ അത്രയും ഇക്വേഷൻ കിട്ടണം നിർബന്ധമാണ്. നമുക്കിവിടെ ആകെ എത്ര ഇക്വേഷനെ കിട്ടിയുള്ളൂ? ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾക്ക് ഇവിടെ ആകെ 2 ഇക്വേഷനെ കിട്ടിയുള്ളൂ. നമുക്ക് ഒരു ഇക്വേഷനും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ സ്വേ ഫ്രെയിം ആവുമ്പോൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ ഡെൽറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് മൂന്നാമത്തെ ഒരു അൺനോൺ ആണല്ലോ ഈ ഡെൽറ്റ. ഈ ഡെൽറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലി ഒരു ഇക്വേഷൻ എഴുതുന്ന ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ്, ആ സ്റ്റെപ്പാണ് എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതുവരെ ചെയ്ത പ്രൊസീജിയറിന് ഒരു അഡീഷണൽ സ്റ്റെപ്സ് കൂടുതൽ ചെയ്യാണ്ടെന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയ ടൈപ്പ് സ്റ്റെപ്പ് ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. മൂന്നാമത്തെ ഒരു ഇക്വേഷനും കൂടി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ 2 എണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം. ജോയിൻറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഒരു കണ്ടീഷനും കൂടി അപ്ലൈ ചെയ്യാണ്, ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഫ്രെയിം ഉണ്ട് അല്ലേ, എ ബി സി ഡി എന്ന് പറഞ്ഞാണ്ട് നമ്മളൊരു ഫ്രെയിം ഉണ്ട്. ഈ എ ബി സി ഡി ഫ്രെയിമിലെ വെർട്ടിക്കൽ മെമ്പറിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വരയ്ക്കുക. വെർട്ടിക്കൽ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? എ ബി എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്, സി ഡി എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്. നമ്മളെ ഫ്രെയിമിലെ 2 വെർട്ടിക്കൽ മെമ്പറിനെ കൺസിഡർ ചെയ്തു. ഈ 2 വെർട്ടിക്കൽ മെമ്പറിലുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സിനെയും മൊമെൻറ്റും നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എ ബി എന്ന് പറഞ്ഞ ഫ്രെയിമിൽ നമുക്കറിയാം ഇവിടെ ഫിക്സ്ഡ് എൻഡാണ് അല്ലേ. ഫിക്സ്ഡ് എൻഡിനെ നമ്മൾ ഫിക്സ്ഡ് സപ്പോർട്ടിനെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഫോഴ്സ് ഉണ്ടാവും? ഒരു ഫിക്സ്ഡ് എൻഡിനെ മാറ്റുമ്പോൾ നമുക്ക് അവിടെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവും, അവിടെ എന്തും കൂടി ഉണ്ടാവും, ഒരു മൊമെൻറ്റും കൂടി ഉണ്ടാവും. സെയിം തന്നെ ഇവിടെ ഒരു ഫിക്സ്ഡ് എൻഡാണ്, നമ്മൾ എ എൻഡിലും ഡി എൻഡിലും ഓരോ ഫിക്സ്ഡ് എൻഡാണുള്ളത്. ഈ ഫിക്സ്ഡ് എൻഡിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും ഒരു വെർട്ടിക്കൽ ഫോഴ്സും ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും ഉണ്ടാവും. ഓക്കെ.
ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇപ്പോൾ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം എ എന്ന് പറഞ്ഞ പോയിന്റിലും ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളത്. ആ ഫോഴ്സ് മേ ബി ടുവാർഡ്സ് റൈറ്റ് ആവാം, ടുവാർഡ്സ് ലെഫ്റ്റ് ആവാം. റൈറ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ പോസിറ്റീവ് എന്നായിരുന്നു വിളിച്ചിരുന്നത്, ലെഫ്റ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ നെഗറ്റീവ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഫോഴ്സ് ഫുൾ പോസിറ്റീവ് ആണെന്നുള്ള അസംഷനിലാണ്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് HA. പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്തു. ഡിയിലും ഇതേപോലെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവും, HD, അതും പോസിറ്റീവ് ആണെന്നുള്ള അസംഷനിൽ തന്നെ എടുത്തു. പിന്നെന്താ ഉള്ളത്, AB എന്ന് പറഞ്ഞ ബീമിൽ ഓൾറെഡി ഇവിടെ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്, 40 kN വെയിറ്റ് ഉള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ഇത് 1 മീറ്റർ ഡിസ്റ്റൻസിൽ അല്ലേ, 3 മീറ്റർ ആൻഡ് 1 മീറ്റർ ഡിസ്റ്റൻസിൽ 40 kN എന്ന് പറഞ്ഞാണ്ട് ഓൾറെഡി ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫോഴ്സും ഇപ്പോൾ മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇനി ഡൗട്ടാണ് ഇവിടെ വെർട്ടിക്കലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വെർട്ടിക്കൽ ഫോഴ്സിനെ ഇപ്പോൾ VA VD എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ആ വെർട്ടിക്കൽ ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണില്ല. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ്, അതായത് നമുക്ക് σH0 σV0 എന്നൊക്കെ പറഞ്ഞാണ്ട് പണ്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് പഠിച്ചിട്ടില്ലായിരുന്നോ, ഈ σVH മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വെർട്ടിക്കൽ ഫോഴ്സ് വരച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെർട്ടിക്കൽ ഫോഴ്സ് കൂടി വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് വരച്ചാലും ഇല്ലെങ്കിലും നമ്മളെ പ്രോബ്ലത്തിലൊന്നും വരില്ല. എന്താ ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രം എടുത്ത് നിങ്ങൾ ചോദിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് പറഞ്ഞത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം AB എന്ന് പറഞ്ഞ ബീമിൽ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും, BA എന്ന് പറയുന്ന ഈ ജോയിൻറ്റിൽ ഒരു മൊമെൻ്റ് ഉണ്ടാവും. സിമിലർലി CD എന്ന് പറഞ്ഞ ഫ്രെയിമിലെ സ്പാനിൽ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. മൊമെൻ്റ് നമുക്കറിയാം ക്ലോക്ക് വൈസ് മൊമെൻ്റും ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റും ഉണ്ട്. നമ്മൾ ക്ലോക്ക് വൈസ് മൊമെൻ്റിനാണ് പോസിറ്റീവ് എന്ന് എടുക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റിന് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒക്കെ പോസിറ്റീവ് അല്ലേ കൺസിഡർ ചെയ്തത്, അതുകൊണ്ട് നമ്മളുടെ ഇവിടെ എടുക്കുന്ന എല്ലാ മൊമെൻറ്റും ക്ലോക്ക് വൈസ് ആണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ക്ലോക്ക് വൈസ് മൊമെൻറ്റിൻ്റെ പേരെന്താ വരിക, മൊമെൻറ്റ് AB അല്ലേ. ഈ മൊമെൻറ്റിൻ്റെ രണ്ടാമത്തെ മൊമെൻറ്റിൻ്റെ പേരെന്താ വരിക, മൊമെൻ്റ് അറ്റ് BA. C എന്ന് പറഞ്ഞ ഈ ജോയിൻറ്റിലുള്ള മൊമെൻറ്റിൻ്റെ പേരെന്താ വരും, MCD. D എന്ന് പറഞ്ഞ ഈ പോയിൻറ്റിലുള്ള മൊമെൻറ്റിൻ്റെ പേരെന്ത് വരും, MDC. അപ്പോൾ ക്ലിയർ അല്ലേ. അപ്പോൾ ജോയിൻ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ച് നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയുള്ളൂ, നമുക്ക് ഒരു ഇക്വേഷൻ്റെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം ആണ്. ഈ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ഫോഴ്സസ്, ഈ HAൻ്റെ വാല്യൂ എന്താ, HDൻ്റെ വാല്യൂ എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, വെർട്ടിക്കൽ മെമ്പറും ആ വെർട്ടിക്കൽ മെമ്പറിലുള്ള എല്ലാ ലോഡുകളും എല്ലാ മൊമെൻറ്റുകളും നമ്മൾ മാർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ. ഈ മൊമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മളിനി ഫസ്റ്റത്തെ ബീം മാത്രം എടുത്തു, അതായത് AB എന്ന് പറഞ്ഞ സ്പാന് മാത്രം കൺസിഡർ ചെയ്തു. ABയിൽ HA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ ലോഡുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ള ഒരു 40 എന്ന് പറഞ്ഞ ലോഡുണ്ട്, ക്ലോക്ക് വൈസിൽ MAB എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോഡുണ്ട്, ക്ലോക്ക് വൈസിൽ B എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ MBA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൊമെൻ്റ് ഉണ്ട്. ഇതാണ് നമ്മളുടെ AB എന്ന് പറഞ്ഞ ബീം. ഇനി ആ സ്പാൻ AB മാത്രം കൺസിഡർ ചെയ്തിട്ട് ഈ AB എന്ന് പറഞ്ഞ സ്പാനിൽ B എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൊമെൻ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്, ദാറ്റ് ഈസ് മൊമെൻ്റ് അറ്റ് B. ഈ AB എന്ന് പറഞ്ഞ ഫുൾ സ്പാനിൽ കൊണ്ട് പോയിന്റ് Bയിൽ ഉണ്ടാകുന്ന മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലേ. ആദ്യം നമ്മൾ ഈ പോയിന്റ് എയിലുള്ള മൊമെൻറ്റുകൾ എഴുതാൻ പോവുകയാണ്. ഓൾറെഡി ഈ പോയിന്റിൽ ഒരു മൊമെൻ്റ് ഉണ്ട്. എന്താണ് ഈ മൊമെൻ്റ്, MBA. അപ്പോൾ MBA പ്ലസ് പിന്നെ AB എന്ന് പറഞ്ഞ സ്പാനിലുള്ള മൊമെൻ്റാണ് എന്ത്, MAB. അപ്പോൾ MAB. ഈ രണ്ട് മൊമെൻറ്റും ഡയറക്റ്റ് ആ ഒരു ബീമിൽ കൊടുത്ത മൊമെൻ്റ് തന്നെയാണ്.
മൊമെൻ്റ് കപ്പിളിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അല്ലേ, മൊമെൻറ്റിൻ്റെ വാല്യൂ എവിടെയാണെങ്കിലും ആ വാല്യൂ നമുക്ക് ആഡ് ചെയ്തോ സബ്സ്ട്രാക്ട് ചെയ്തോ എഴുതാം. ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് രണ്ടും പോസിറ്റീവായിട്ട് ആഡ് ചെയ്ത് വന്നു. ഇനി എങ്ങനെ മൊമെൻ്റ് ഉണ്ടാവും? ഒരു ഫോഴ്സ് കൊണ്ട് മൊമെൻ്റ് ഉണ്ടാവും. ഫോഴ്സ് കൊണ്ട് മൊമെൻ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? മൊമെൻ്റ് കിട്ടും. ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട്? എച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ട്, 40 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നോക്ക്, എച്ച് എന്ന് പറഞ്ഞ ഈ ഫോഴ്സ് കൊണ്ട് പോയിൻ്റ് ബിയിൽ ഉണ്ടാക്കുന്ന മൊമെൻറ്റ്, ഇങ്ങനെയാണ് നമ്മളെ ഫോഴ്സ് പോകുന്നത്. നമ്മളെ പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്തുണ്ട്? ഒരു മൊമെൻ്റ് ഉണ്ടാവും. ആ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ചെയ്തിട്ട് എച്ച് എ ഇൻറ്റു, അതായത് ഈ എച്ച് എ എന്ന് പറഞ്ഞ ഫോഴ്സ് ഇൻറ്റു ഈ ഫോഴ്സും പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? ഇത് 1 മീറ്റർ, ഇത് 3 മീറ്റർ ആകുമ്പോൾ എച്ച് എ ഇൻറ്റു 4 മീറ്റർ, അതും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പം മൈനസ് എച്ച് എ ഇൻറ്റു 4. അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 40 കിലോ ന്യൂട്ടൺ ആണ്. ഈ 40 എന്ന് പറയുന്നത് പോയിൻ്റ് ബിയിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്താ? 40 ഇൻറ്റു ആ ഫോഴ്സും പോയിൻ്റ് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1. അതും എന്ത് ഡയറക്ഷനിലാണ് ഉണ്ടാക്കുക? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പം മൈനസ് 40 ഇൻറ്റു 1. ഇതിൻ്റെയൊക്കെ സമ്മ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആണ്. നമുക്കറിയാലോ മൊമെൻ്റ് അറ്റ് ബി എന്ന് പറയുന്നതും സം ഓഫ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറയുന്നത് സം ഓഫ് മൊമെൻ്റ് അറ്റ് സി എന്ന് പറയുന്നത് 0 ആണെന്ന്. ആ കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്തായി? എം എ ബി പ്ലസ് എം ബി എ മൈനസ് 4HA മൈനസ് 40 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എം എ ബി പ്ലസ് എം ബി എ മൈനസ് 4HA മൈനസ് 40 ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4HA, അതായത് ഈ മൈനസ് 4HAനെ ഈക്വൽ ടുൻ്റെ അപ്പുറം കൊണ്ടുപോയി. അപ്പോൾ പ്ലസ് 4HA ഇസ് ഈക്വൽ ടു എം എ ബി പ്ലസ് എം ബി എ മൈനസ് 40. എം എ ബിൻ്റെ വാല്യൂ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? മൈനസ് 7.5 പ്ലസ് 0.5 EI തീറ്റ ബി മൈനസ് 3/8 EI ഡെൽറ്റ. അടുത്തത് എം ബി എൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇക്വേഷനിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 22.5 പ്ലസ് EI തീറ്റ ബി മൈനസ് 3 ഡെൽറ്റ ഇൻറ്റു EI ഡെൽറ്റ മൈനസ് 40. ഓക്കെ, അപ്പോൾ 4HA ഇസ് ഈക്വൽ ടു ഈ എം എ ബിക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എം ബി എക്കും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് 40. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? കോൺസ്റ്റൻറ്റിനൊക്കെ ഒരുമിച്ച് എഴുതാം. EI തീറ്റ ബീൻ്റെ ടേംസിനെ നമ്മൾ ഒരുമിച്ച് എഴുതാം, EI ഡെൽറ്റൻ്റെ ടേമിനെ നമ്മൾ ഒരുമിച്ച് എഴുതാം. കോൺസ്റ്റൻ്റ് നമ്മൾ ഈ മൈനസ് 40 ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? 4HA ഇസ് ഈക്വൽ ടു മൈനസ് 7.5 പ്ലസ് 22.5 പ്ലസ് മൈനസ് 40. ഈ 3 സംഭവങ്ങളും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 25 കിട്ടും. പിന്നെ നമ്മൾ 0.5 EI തീറ്റ ബി പ്ലസ് 1 EI തീറ്റ ബി ചെയ്യുമ്പോൾ നമുക്ക് 1.5 EI തീറ്റ ബി മൈനസ് 0.75 EI ഡെൽറ്റ. ആ ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് എഴുതി സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഇത് 4HAൻ്റെ വാല്യൂ ആണ്. നമുക്ക് വേണ്ട ഒരു HA ആണ്. അപ്പോൾ 4 കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് HA ഇസ് ഈക്വൽ ടു മൈനസ് 6.25 പ്ലസ് 0.375 EI തീറ്റ ബി minus 0.1875 EI delta. This is ഇക്വേഷൻ 1 കിട്ടും. ഓക്കെ, റോമൻ ലെറ്റർ 1 എഴുതി. നമുക്ക് 1 2 3 6 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ 6 കിട്ടിയിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞുകൊണ്ട് ജോയിൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ HAൻ്റെ വാല്യൂ ഇനി HD-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. റോമൻ ലെറ്റർ 1ഉം 2 എന്ന് പറഞ്ഞുകൊണ്ട് 2 ഇക്വേഷൻ കണ്ടുപിടിക്കാണ്ട്. ദാറ്റ് ഈസ് മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു എന്ത് എഴുതാം? നമുക്ക് 0. ഇതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് CD എന്ന് പറഞ്ഞ ലൈനാണ്. നേരത്തെ ചെയ്ത അതുപോലെ തന്നെ CD എന്ന് പറഞ്ഞുകൊണ്ടൊരു ലൈൻ ഉണ്ട്. അവിടെയുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് HD എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ MDC എന്നും
എം സി ഡി എന്ന് പറഞ്ഞാണ്ട് ഓരോ ക്ലോക്ക് വൈസിലുള്ള മൊമെൻ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മൊമെൻ്റ് അറ്റ് സി എന്ന് പറയുന്നത് 0 ആണ്. മൊമെൻ്റ് അറ്റ് സി എന്ന് പറയുമ്പോൾ ടോട്ടൽ ആ സി ഡി എന്ന് പറഞ്ഞ സ്പാനിലുള്ള എല്ലാ മൊമെൻറ്റും ആദ്യം എഴുതി, ദാറ്റ് ഈസ് എം സി ഡി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ പ്ലസ് എം ഡി സി എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ പ്ലസ് എം ഡി സി. പിന്നെ എന്തുണ്ട്, ഫോഴ്സ് കൊണ്ട് ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ഉണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് എച്ച് ഡി എന്ന് പറഞ്ഞ ഫോഴ്സ് ഉള്ളൂ. എച്ച് ഡി ഇൻറ്റു ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 4 ആയതുകൊണ്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ മൊമെൻ്റ് ഉണ്ടാവുക. അപ്പം മൈനസ് എച്ച് ഡി ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 0. നേരത്തെ ചെയ്ത അതുപോലെ തന്നെ. ഇനി ഈ -4 എച്ച് ഡിനെ ഈക്വൽ ടുൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 എച്ച് ഡി ഇസ് ഈക്വൽ ടു എം സി ഡി പ്ലസ് എം ഡി സി. ഓക്കെ, അതിൽ തന്നെ ഈ എം സി ഡി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ത് വരും, നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്തത് എം ഡി സിൻ്റെ വാല്യൂ ഉണ്ട്. എം ഡി സിൻ്റെ വാല്യൂ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇസ് ഈക്വൽ ടു 4 എച്ച് ഡി എന്ന് കിട്ടും. 4 എച്ച് ഡി ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സി ടേമുകളും ഇ ഐ ഡെൽറ്റ ടേമുകളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് 4 എച്ച് ഡി ഇസ് ഈക്വൽ ടു 1.5 ഇ ഐ തീറ്റ സി മൈനസ് 0.75 ഇ ഐ ഡെൽറ്റ. 4 എച്ച് ഡിൻ്റെ വാല്യൂ ആണിത്. 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എച്ച് ഡി ഇസ് ഈക്വൽ ടു 0.375 ഇ ഐ തീറ്റ സി മൈനസ് 0.1875 ഇ ഐ ഡെൽറ്റ. ദിസ് ഇസ് റോമൻ 2, രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ, ഇ ഐ തീറ്റ ബി, ഇ ഐ തീറ്റ സി, ഇ ഐ ഡെൽറ്റ എന്ന് പറഞ്ഞ 3 അൺനോണുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനാണ്. ആ ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ നമുക്ക് കുറവായിരുന്നു. ആ കുറവുള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം വെച്ച് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എച്ച് ഡിൻ്റെ വാല്യൂവും എച്ച് എൻ്റെ വാല്യൂവും കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറയുന്നത് എന്താ, നമ്മളെ ഫുൾ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു 0 ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഫിഗർ എന്തായിരുന്നു, ഇതായിരുന്നു നമ്മളെ ഫിഗർ അല്ലേ. ഫിഗറിൽ ഇവിടെ എച്ച് എ എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്, 40 എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ എച്ച് ഡി എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് 80 എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്. ഇത് പിന്നെ ഇവിടെയൊക്കെ വെർട്ടിക്കൽ ഫോഴ്സ്, നിങ്ങൾക്കത് വരക്കണം എന്നുണ്ടെങ്കിൽ വി എ വി ഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരക്കുക. ഇതാണ് ടോട്ടൽ നമ്മളെ ഫോഴ്സുകൾ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ സ്പാൻ ഇതാണ്. ഇതിൽ നമ്മളിനി ഫസ്റ്റ് ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സിഗ്മ എച്ച് ഈക്വൽ ടു 0, ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു 0. ഇവിടെ എത്ര ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, എച്ച് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടലാണ്, 40 എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സാണ്, എച്ച് ഡി എന്ന് പറയുന്നത് വേറൊരു ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. ഈ 3 ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സം എന്തായിരിക്കും, 0 ആണ്. അപ്പോൾ എന്ത് വരും, 40 പ്ലസ് എച്ച് എ പ്ലസ് എച്ച് ഡി ഇസ് ഈക്വൽ ടു 0. ബാക്കിയുള്ള ഫോഴ്സൊക്കെ എന്താ, വെർട്ടിക്കൽ ഫോഴ്സാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു 0. എച്ച് എ പ്ലസ് എച്ച് ഡി പ്ലസ് 40 ഈക്വൽ ടു 0. എച്ച് എൻ്റെ വാല്യൂ നമ്മൾ റോമൻ ലെറ്റർ 1 നമ്മൾക്ക് കിട്ടി. എച്ച് ഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് റോമൻ ലെറ്റർ 2 ഇക്വേഷൻ നമ്പർ 2 കിട്ടി. പ്ലസ് 40 എന്ന് പറയുന്നത് എന്താ, 0 ആണെന്നാണ് പറയുന്നത്. ഇതും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം കോൺസ്റ്റൻറ്റ് ടേം ദാറ്റ് ഈസ് മൈനസ് 6.25. ഇനി കോൺസ്റ്റൻ്റ് എവിടെ, പ്ലസ് 40 അല്ലേ, പ്ലസ് 40 അടുത്തെഴുതി. അടുത്തെന്താ, ഇ ഐ തീറ്റ ബി ദാറ്റ് ഈസ് 0.375 ഇ ഐ തീറ്റ ബി. ഇനി വേറെ ഇ ഐ തീറ്റ ബി ഇല്ല, അപ്പോൾ അതന്നെ. ഇനി അടുത്തത് ഇ ഐ തീറ്റ സീൻ്റെ ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് പ്ലസ് 0.375 ഇ ഐ തീറ്റ സി. ഇനി അടുത്തത് എന്താ, ഇ ഐ ഡെൽറ്റ എന്ന് പറഞ്ഞ 2 ടേമാണ്, ദാറ്റ് ഈസ് മൈനസ് പ്ലസ് മൈനസ് 0.1875 ഇ ഐ ഡെൽറ്റ മൈനസ് 0.1875 ഇ ഐ ഡെൽറ്റ. ഇങ്ങനെ ഒരുപോലെയുള്ള ടേമിനെ നമ്മൾ ഒരുമിച്ച് എഴുതിയിട്ട് ഈക്വൽ ചെയ്തു. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും, 0.375 ഇ ഐ തീറ്റ ബി പ്ലസ് 0.375 ഇ ഐ തീറ്റ സി മൈനസ് 0.375 ഇ ഐ ഡെൽറ്റ ഇസ് ഈക്വൽ ടു
ഈക്വൽ ടു 0 അല്ല, ഇസ് ഈക്വൽ ടു -33.75. This will be the equation number C. ഓക്കെ, എ ബി സി ഓർമ്മല്ലേ? അതായത് ഇ ഐ തീറ്റ സിയും ഇ ഐ തീറ്റ ബിയും ഇ ഐ തീറ്റ സിയും ഇ ഐ ഡെൽറ്റയും കൂടി വരുന്ന രണ്ട് എ ബി എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷനും നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മൂന്നാമത്തെ ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള മൂന്നാമത്തെ ഒരു ഇക്വേഷനും കൂടി നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം വെച്ച് കണ്ടുപിടിച്ചു. ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും വരെയുള്ള സ്റ്റെപ്പ്, അതായത് ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയത്തിൽ ഈ മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ സ്വേ അനാലിസിസിൽ പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഹൊറിസോണ്ടൽ ഫോഴ്സ് എച്ച് എ എച്ച് ബിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സിഗ്മ എച്ചിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ നമുക്ക് പുതുതായിട്ട് സ്വേ ഫ്രെയിമിൽ പുതുതായിട്ട് പഠിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, മൂന്നിലുള്ള അൺനോൺസ്, മൂന്ന് അൺനോണുള്ള മൂന്ന് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ മൂന്ന് അൺനോണുള്ള മൂന്ന് ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാമല്ലേ. ഈ അൺനോൺസിനെ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇ ഐ തീറ്റ ബി ഈസ് ഈക്വൽ ടു 39.327 കിലോ അടുത്തത് -19.30, ഇ ഐ ഡെൽറ്റ എന്ന് പറയുന്നത് 110.026. ഈ ഒരു ആൻസർ നമ്മൾ എന്ത് ചെയ്യും, അത് ആ മൂന്ന് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കണ പോലെ തന്നെ ഇതിനും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റ് കാൽക്കുലേഷനാണ്. ഫൈനൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷന് കുറേ 6 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 6 ഇക്വേഷനിൽ നമ്മൾക്ക് ഇ ഐ തീറ്റ ബി, ഇ ഐ തീറ്റ സി, ഇ ഐ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അൺനോൺ ഉണ്ടായിരുന്നു. ഈ അൺനോണിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഇത്രയും സ്റ്റെപ്പ് വഴി. ഈ അൺനോൺസിൻ്റെ വാല്യൂ ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ മൊമെൻറ്റ് കിട്ടും. അപ്പോൾ ഇ ഐ തീറ്റ ബിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 39.327. ഇ ഐ ഡെൽറ്റയ്ക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 110.026 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എം എ ബിൻ്റെ വാല്യൂവിൽ. അപ്പോൾ നമുക്ക് എം എ ബി ഈസ് ഈക്വൽ ടു -29.09 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് എന്താ, എം ബി എ ആണ്. എം ബി എ എന്ന് പറയുന്നത് 22.5 പ്ലസ് ഇ ഐ തീറ്റ ബി -3/8 ഇൻറ്റു ഇ ഐ ഡെൽറ്റ. ഇതുപോലെ ഇ ഐ തീറ്റ ബിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 39.327. ഇ ഐ ഡെൽറ്റൻ്റെ വാല്യൂ 110.026 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എം ബി എ ഇസ് ഈക്വൽ ടു 20.4795 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി എം ബി സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിലെ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ ഇ ഐ തീറ്റ ബിക്കും ഇ ഐ തീറ്റ സിക്കും നമ്മൾ കണ്ടുപിടിച്ചപ്പോഴത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ബി സിൻ്റെ വാല്യൂ -20.43 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. അടുത്തത് എം സി ബി ആണ്. എം സി ബിൻ്റെ ഇക്വേഷൻ നമ്പർ 4 നമ്മൾ ഓൾറെഡി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ കണ്ടുപിടിച്ചിരുന്നു. ഇതിൽ ഇ ഐ തീറ്റ സിക്കും ഇ ഐ തീറ്റ ബിക്കും നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60.485 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇതിലെ പോയിന്റിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേ പോയിന്റ് വാല്യൂ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ഏകദേശം വാല്യൂ അടുത്തായാൽ മതി. അടുത്ത എം സി ഡിയിൽ ഇതേപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുക -60.559 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അടുത്തത് എം ഡി സിൻ്റെ ഇക്വേഷൻ വി ഓൾറെഡി ഗെറ്റ് 0.5 ഇ ഐ തീറ്റ സി -3/8 ഇൻറ്റു ഡെൽറ്റ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -50.91 കിലോ ന്യൂട്ടൺ മീറ്റർ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് -50.91. ഈ ഒരു സ്റ്റെപ്സിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കറക്റ്റായിട്ട് കണ്ടവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ 6 ഫൈനൽ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്തു കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനാലിസിസ് ഓഫ് ദ ബീം, സ്വേ അനാലിസിസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എച്ച് എ എച്ച് ഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ആ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ എഴുതുന്ന സ്റ്റെപ്പ് മാത്രമേ പുതിയത് നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കണം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുന്നത്. മുന്നേ ചെയ്ത സ്റ്റെപ്സിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്പാനിലുള്ള ലോഡ് കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എ ബി എന്ന് പറഞ്ഞ ബീമാണ് കൺസിഡർ ചെയ്തത്. എ ബി എന്ന് പറഞ്ഞ ബീമിൽ എക്സെൻട്രിക്കൽ ലോഡ് ആയതുകൊണ്ട് അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ WAB/L ആണ്.
ദാറ്റ് ഈസ് ഡബ്ല്യു എന്ന് പറയുന്നത് 40 ഇൻറ്റു എ എന്ന് പറയുന്നത് 3 ഇൻറ്റു ബി എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 4. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 30 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അടുത്ത ബീം എന്ന് പറയുന്നത് ബീം ബി സി ആണ്. ബി സിയിലെ സെൻട്രലി സപ്പോർട്ടഡ് ലോഡ് ആയതുകൊണ്ട് അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ WL/4 ആണ്. ദാറ്റ് ഈസ് 80 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120 കിലോ ന്യൂട്ടൺ മീറ്റർ. ഈ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഈ ഇക്വേഷനും ഫിക്സ്ഡ് എൻഡും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനും കൂടി എല്ലാം കൂടി ഒരുമിച്ച് കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ആകെ കുറച്ച് ഇക്വേഷനേ പഠിക്കാനുള്ളൂ. അതെല്ലാ ഇക്വേഷനും കൂടി ഒരുമിച്ച് കൺഫ്യൂഷൻ ആവരുത്. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിന് വേറെ ഇക്വേഷനാണ്, അതുപോലെ ഈ മാക്സിമം ഫ്രീ ബെൻഡിങ് മൊമെൻറ്റിന് വേറെ ഇക്വേഷനാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ? ബെൻഡിങ് മൊമെൻറ്റ് വരക്കാൻ പോകണേ. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് വരക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഈ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ആണ്. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? എ ബി എന്ന് പറഞ്ഞ ബീമിൽ, ഇതാണ് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റിൽ എ ബി എന്ന് പറഞ്ഞ ബീമിൽ WAB/L 30 കിലോ ന്യൂട്ടൺ മീറ്ററിലുള്ള ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ നമ്മൾ എ ബി എന്ന് പറഞ്ഞ ബീമിൽ 30 കിലോ ന്യൂട്ടൺ മീറ്ററിലുള്ള ഒരു ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. ഇനി അടുത്തത് എന്താ? ബി സി എന്ന് പറഞ്ഞ ബീമിൽ 120 കിലോ ന്യൂട്ടൺ മീറ്ററിൽ വേറൊരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്. സെൻറ്ററിൽ എത്രയാണ്? 120 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ്. ഫസ്റ്റത്തെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഈ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ്. ഇനി അടുത്തത് എന്താ? നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, അതായത് ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കണം. ഈ ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് വാല്യൂ എവിടെ വരേണ്ടതെന്നാണ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ ബീമിൽ എ ബി ബി സി സി ഡി എന്നാണ് നമ്മളുടെ ബീമില്ലേ. ഇതിലെ മൈനസ് പ്ലസ് പ്ലസ് മൈനസ് എവിടെയാണ് വരുന്നത്? നമ്മൾ മൈനസ് പ്ലസ് പ്ലസ് മൈനസ്, അതുപോലെ ഇത് മൈനസ് മുകളിൽ പ്ലസ് താഴെ, ഇവിടെ പ്ലസ് മുകളിൽ മൈനസ് താഴെ. ഇനി അടുത്തത് ഡി ആവുമ്പോൾ ഡി ടു സി ആണ് നോക്കുക. ഡിയിൽ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ മുകളിലേക്കാണോ താഴേക്കാണോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കാൻ. അപ്പോൾ ഫസ്റ്റ് എ എന്നുള്ള ജോയിൻ്റാണ് എടുക്കുന്നത്. എ ഉള്ള ജോയിൻറ്റിലുള്ള മൊമെൻ്റ് എത്രയാണ് നമുക്ക് കിട്ടിയത്? MAB ഈസ് ഈക്വൽ ടു -29.09 മൈനസ് വാല്യൂ ആണ്, -29.09. അപ്പോൾ നമ്മൾ നമ്മളുടെ ഫിഗറിൽ നോക്കി എൻ്റെ വാല്യൂ മൈനസ് വരുന്നത് എൻ്റെ ലെഫ്റ്റിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എൻ്റെ ലെഫ്റ്റിലേക്ക് ഒരു 29.09 മാർക്ക് ചെയ്തു, എൻ്റെ ലെഫ്റ്റിലേക്ക്. അടുത്ത മൊമെൻ്റ് എത്രയാണ്? MBA ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ +20.4795 ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞ ജോയിൻറ്റ് നോക്കി. ബിയിൽ പോസിറ്റീവ് വരുന്നത് എവിടെ? ബീൻ്റെ ലെഫ്റ്റിലാണ് പോസിറ്റീവ് വാല്യൂ വരേണ്ടത്. അപ്പോൾ നമ്മൾ ബീൻ്റെ ലെഫ്റ്റിലേക്ക് 20.4795 എന്ന് പറഞ്ഞ ബീം മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്തു. എ ബി എന്ന് പറഞ്ഞ ബീമിലുള്ള ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ചെയ്തു. അടുത്ത മൊമെൻ്റ് ഏതാണ്? MBC. MBCയിൽ -20.43 ആണ്, മൈനസ് വാല്യൂ ആണ്. ബി സി എന്ന് പറഞ്ഞ ബീമിൽ മൈനസ് വാല്യൂ വരുന്നത് എവിടെ? ബീൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ മൈനസ് വാല്യൂ ആണ് കിട്ടിയത്. ആ മൈനസ് വാല്യൂ എത്രയാണ് കിട്ടിയത്? 20.43 ആണ്. അത് നമ്മൾ ബീൻ്റെ മുകളിലേക്ക് മാർക്ക് ചെയ്തു. അടുത്തത് സിയിലുള്ള മൊമെൻ്റ് എത്രയാണ്? സിയിലുള്ള മൊമെൻ്റ് +60.485 ആണ്. അപ്പോൾ സീൻ്റെ എവിടെയാണ് പ്ലസ് വരുന്നത് നോക്കാം അല്ലേ? +60.75. സി നോക്കി, സിയിലെ പ്ലസ് വാല്യൂ വരേണ്ടത് സീൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ സീൻ്റെ മുകളിൽ എന്ത് മാർക്ക് ചെയ്തു? 60.75
4 6 വാല്യൂ മാർക്ക് ചെയ്തു. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് അടുത്ത ഫിഗർ വരച്ചു. അടുത്തത് എന്താ, സി ഡി എന്ന് പറഞ്ഞ ബീമിലുള്ള മൊമെൻറ്റ് മാർക്ക് ചെയ്യണം. സി ഡിയിലെ സി എന്ന് പറഞ്ഞ ജോയിൻറ്റിലുള്ള മൊമെൻറ്റ് -60 ആണ്. -60.559 ആണ്. അപ്പോൾ സി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ബീം നോക്കി, അതിൽ സീൻ്റെ വാല്യൂ മൈനസ് വരുന്നത് എവിടെ, സീൻ്റെ റൈറ്റ് എൻഡിലാണ് മൈനസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മൈനസ് വാല്യൂ ആയതുകൊണ്ട് ഇതിൻ്റെ റൈറ്റ് എൻഡിലേക്ക് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു, 60.559 എന്ന് പറഞ്ഞിട്ടുള്ള മൊമെൻറ്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്തു. അടുത്തത് ഡി ആണ്. ഡീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് തന്നെയാണ്, -50.91. അപ്പോൾ നമ്മൾ നോക്കി ഡീൻ്റെ മൈനസ് വാല്യൂ, ഡി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൈനസ് വാല്യൂ വരുന്നത് ലെഫ്റ്റിലാണ്. നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു 50.9 വാല്യൂ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് തമ്മിൽ ജോയിൻ ചെയ്തു. ഇതാണ് നമ്മളുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ ഇനി ഷെയ്ഡ് ചെയ്യേണ്ടത് കോമൺ ആയിട്ട് പെടാത്ത ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷെയ്ഡ് ചെയ്യേണ്ടത്. നമ്മൾ ഈ രണ്ടിലും കൂടി പെടാത്ത ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തു. ഇനി ഇതിൽ ഏതൊക്കെ പോസിറ്റീവ് ഏതൊക്കെ നെഗറ്റീവ് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവണതാണ് അല്ലേ. എപ്പോഴും എന്ത് ചെയ്യുക, ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് നെറ്റ് ബെൻഡിങ് മൊമെൻ്റ് ആണ് അല്ലേ. ബ്ലൂ കളറിലാണ് മുകളിൽ വന്നതെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. റെഡ് കളറിൽ, അതായത് നമ്മളുടെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ആണ് മുകളിൽ വന്നെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് നെഗറ്റീവ്, ദിസ് ഈസ് നെഗറ്റീവ്, ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് നെഗറ്റീവ്. ഇത് നെഗറ്റീവ് ആകാൻ കാരണം എന്താ, ഏറ്റവും ടോപ്പിൽ വന്നത് ബ്ലൂ കളറാണ്. ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഇതിൽ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം തന്നെ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഇത് രണ്ടും എന്ത് ചെയ്തു, നെഗറ്റീവ്. ദിസ് ഈസ് അവർ ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ നമ്മൾ സ്വേ അനാലിസിസ് ചെയ്തു. സ്വേ അനാലിസിസിൽ എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, HA + HD, അതായത് ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ഇക്വേഷൻ ഉണ്ടാക്കണം എന്നുള്ളൊരു എക്സ്ട്രാ പ്രോബ്ലം. അതുപോലെ തന്നെ വെർട്ടിക്കൽ മെമ്പറിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡെൽറ്റയ്ക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ഹൊറിസോണ്ടൽ മെമ്പറിൻ്റെ ഡെൽറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ രണ്ട് പുതിയ കൺസെപ്റ്റ് മാത്രമേ നമ്മളിവിടെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ഹോപ്പ് യു ഓൾ ഗെറ്റ് ദിസ് വീഡിയോ. എല്ലാ സ്റ്റെപ്സും സെയിം ആണ്. ഈ ഒരു ആദ്യത്തെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ്റെ ജോയിൻറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ്റെ സ്റ്റെപ്സ് മാത്രം എക്സ്ട്രാ പഠിച്ചാൽ മതി. കുറച്ച് ലെങ്തി ആണ്, ബട്ട് സിമ്പിൾ പ്രോബ്ലം ആണ്. 20 മാർക്കിനാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പഠിച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് 20 മാർക്ക് കണ്ടുപിടിക്കുക. സാവധാനത്തിൽ സമാധാനത്തിലിരുന്ന് ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്നൊരു ടൈപ്പാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ തരുന്നുണ്ട്, ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതാണ്. മാക്സിമം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ട്രൈ ചെയ്യുക. ഇനി ഒറ്റയ്ക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനത്തിലിരുന്ന് ട്രൈ ചെയ്തിട്ട് ആൻസർ കിട്ടുകയാണെങ്കിൽ ഐ ആം റിയലി ഹാപ്പി ദാറ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതൊരു സ്വേ ഫ്രെയിമാണ്, കണ്ടാലറിയാമല്ലേ. കാരണം എന്താ, ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്ററാണ്, മറ്റേ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 മീറ്ററാണ്. അപ്പോൾ ഈക്വൽ ലെങ്ത്ത് അല്ലെന്നുണ്ടെങ്കിൽ അത് സ്വേ ഫ്രെയിമാണ്. സ്വേ ഫ്രെയിമാണ്. സിൻസ് ദിസ് ഫ്രെയിം ഈസ് സ്വേ ഫ്രെയിം എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ സോൾവ് ചെയ്യാൻ. ഈ ഒരു ബീമിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഈ അതിൻ്റെ വാല്യൂ ഒക്കെ തന്നതൊക്കെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആൻസർ കിട്ടേണ്ടത് ഇതാണ്. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ആ ഫൈനൽ ആൻസർ കിട്ടിയിട്ട് ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം കൂടി വരക്കാം. ഓക്കെ, താങ്ക് യു. ഹോപ്പ് യു ഓൾ ഗെറ്റ് ദിസ് വീഡിയോ, ഫുൾ വീഡിയോ സമാധാനത്തിലിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു.